ലീഗിനും കോൺഗ്രസിനുമിടയിൽ ഏറെ നാളായി ചില പ്രശ്നങ്ങൾ അരങ്ങേറുകയാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് കടന്നുവരുന്നത്. ഇപ്പോഴിതാ തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് കോൺഗ്രസിന് വോട്ട് പിടിക്കാനുള്ള യന്ത്രമായി ലീഗിനെ മാറ്റുന്നുവെന്ന് യൂത്ത് ലീഗ് ജില്ലാ നേതൃയോഗത്തിൽ വിമർശനം ഉയർന്നിരിക്കുകയാണ്. UDF മുന്നണി ധാരണ പ്രകാരം കാലാവധി കഴിഞ്ഞിട്ടും തരിയോട് ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാത്തതിനെ തുടർന്നാണ് യൂത്ത് ലീഗിന്റെ ഈ വിമർശനം. KPCC വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദീഖ് പ്രതിനിധാനം ചെയ്യുന്ന കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിലാണ് ലീഗിന് അവകാശപ്പെട്ട പ്രസിഡന്റ് സ്ഥാനം നൽകാതെ കോൺഗ്രസ് കബളിപ്പിക്കുന്നതെന്നും ആക്ഷേപമുയർന്നു. കോൺഗ്രസ് മുന്നണി മര്യാദ പാലിക്കാൻ തയ്യാറാകണം. ആവശ്യമെങ്കിൽ വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തണമെന്ന് യോഗത്തിൽ അംഗങ്ങൾ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായാണ് സൂചന. തരിയോട് ഗ്രാമപഞ്ചായത്തിൽ UDFിലെ മുന്നണി ധാരണ പ്രകാരം പ്രസിഡന്റ് സ്ഥാനം ആദ്യത്തെ 3.5 വർഷം കോൺഗ്രസിനും ബാക്കിയുള്ള 1.5 വർഷം ലീഗിനുമാണ്. കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാന കാലാവധി ജൂൺ 26-ന് അവസാനിച്ചതാണ്. സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് തരിയോട് പഞ്ചായത്ത് കമ്മിറ്റി ജൂൺ ആദ്യവാരം തന്നെ കോൺഗ്രസ് തരിയോട് മണ്ഡലം കമ്മിറ്റിക്ക് കത്തു നൽകിയിരുന്നു. ഇതുപ്രകാരം ജൂൺ 30-ന് നിലവിലെ പ്രസിഡന്റ് കോൺഗ്രസിലെ VG ഷിബു സ്ഥാനമൊഴിയാമെന്ന ധാരണയുമായിരുന്നു. എന്നാൽ സ്ഥാനമൊഴിയാതെ വന്നതോടെയാണ് മുന്നണിയിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങിയത്. ജൂലൈ 5-നകം സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ട് DCC പ്രസിഡന്റ് കത്ത് നൽകിയിട്ടും പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ കൂട്ടാക്കിയില്ല. ഈ സാഹചര്യത്തിൽ വിഷയം കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളെ അറിയിക്കണമെന്നാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആവശ്യം. പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനവും മുന്നണി ധാരണ പ്രകാരമായിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനം ആദ്യത്തെ 2 വർഷം ലീഗിനും ബാക്കി 3 വർഷം കോൺഗ്രസിനുമാണ്. കാലാവധി കഴിഞ്ഞപ്പോൾ തന്നെ ലീഗ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് കോൺഗ്രസിന് കൈമാറിയിരുന്നു. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും കോൺഗ്രസ് സ്ഥാനം രാജിവെക്കുന്നത് അകാരണമായി നീട്ടിക്കൊണ്ടുപോവുകയാണെന്നാണ് ലീഗിന്റെ ആരോപണം. അതേസമയം മുൻപ് മുസ്ലിം ലീഗിൽ സമഗ്ര അഴിച്ചുപണിക്ക് കർശന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു യൂത്ത് ലീഗ്. ഒരാൾക്ക് ഒരു പദവിയെ പാടുള്ളൂവെന്നും ലോക്സഭയിലും നിയമസഭയിലും മത്സരിക്കാൻ ടേം നിർബന്ധമാക്കണമെന്നതടക്കമുള്ളതായിരുന്നു നിർദ്ദേശങ്ങൾ. മുഴുവൻ സമയവും പ്രവർത്തിക്കാൻ കഴിയുന്നവരെയും ഊർജ്ജസ്വലരായവരെയും മാത്രമേ നേതൃത്വത്തിൽ നിയമിക്കാവൂ എന്നും മുതിർന്ന അംഗങ്ങളെ ഒഴിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ മുഴുവൻ സമയ പ്രവർത്തനം ആവശ്യമില്ലാത്ത സ്ഥാനങ്ങളിൽ നിയോഗിക്കുക, ജനപ്രതിനിധികൾ തന്നെ പാർട്ടി ഭാരവാഹിത്വവും നിർവഹിക്കുന്നത് ഒഴിവാക്കി ഒരാൾക്ക് ഒരു പദവി എന്നത് നിർബന്ധമാക്കുക എന്നിവയായിരുന്നു അന്ന് നൽകിയ നിർദ്ദേശങ്ങൾ. ഏതായാലും ലീഗിനും കോൺഗ്രസിനുമിടയിലെ പ്രശ്നങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കാത്തിരുന്നു കാണാം.